അലക്സിന് ജോലിക്ക് പോകണമെങ്കിൽ അവൾക്ക് മകളെ ഡേ കെയറിൽ വിടണം. എന്നാൽ ദാരിദ്ര്യം കാരണം അവൾക്ക് ഡേ കെയർ എന്ന ഓപ്ഷൻ എടുക്കാൻ സാധിക്കില്ല. പിന്നെ അവൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് മകളെ തന്റെ അമ്മയുടെ അടുത്ത് നിർത്തി പോവുക എന്നതാണ്. സീരീസിൽ വാല്യൂ മെയ്ഡിന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് ആദ്യമായി അലക്സ് മാഡിയെ അമ്മയുടെ അടുത്താക്കി പോകുന്നത്. അപ്പോൾ അവൾ കൃത്യമായി പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഷോണിനെ വിളിക്കരുത്, എന്നെ വിളിക്കണമെന്ന്. ഷോൺ ഒരിക്കൽ പോലും അവളെയോ മാഡിയെയോ തല്ലിയിട്ടില്ല. എന്നാൽ ഇനി അടുത്തത് ഷോൺ ചെയ്യാൻ പോകുന്നത് അതായിരിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് അലക്സ് അന്ന് വീട് വിട്ടിറങ്ങിയത്. വാല്യൂ മെയ്ഡിന്റെ ഇന്റർവ്യൂവിന് ശേഷം അലക്സിന് ലഭിക്കുന്ന ആദ്യത്തെ ക്ലയന്റ് ഒരു സമ്പന്നയായ സ്ത്രീയാണ്. റെജീന എന്നാണ് അവരുടെ പേര്. തുടക്കത്തിൽ റെജീന അലക്സിനെ വെറും ജോലിക്കാരിയായി മാത്രമാണ് കാണുന്നത്. എന്നാൽ സീരീസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവർ തമ്മിൽ കൂടുതലായി അടുക്കുകയാണ് ചെയ്യുന്നത്. റെജീനയ്ക്ക് പണമുണ്ട്, അവൾക്കൊരു കുടുംബമാണ് വേണ്ടത്. എന്നാൽ ഭർത്താവില്ലാതെ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ ഭയങ്കര പേടി അനുഭവിക്കുന്നുണ്ട് റെജീന. അലക്സിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അമ്മ എന്ന റോൾ വളരെ മികവുറ്റ രീതിയിൽ ചെയ്തു പോകാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. അമ്മയായി മാറുക എന്ന കാര്യത്തിലാണ് റെജീനയ്ക്ക് ഏറ്റവും പേടിയുള്ളത്. അക്കാര്യത്തിൽ അലക്സ് റെജീനയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തിരിച്ചും റെജീന അലക്സിനെ സഹായിക്കുന്നുണ്ട്. വീടുകൾ വൃത്തിയാക്കുന്നത് മുതൽ മകളെ നോക്കുന്നത് വരെ നീളുന്നു അലക്സിന്റെ ഉത്തരവാദിത്തങ്ങൾ. സീരീസിലുടനീളം അലക്സ് ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. കോടതിയിൽ വെച്ച് മാഡിയുടെ കസ്റ്റഡി നഷ്ടപ്പെടുമ്പോഴും അലക്സിൽ ആ വേഗത നമുക്ക് കാണാൻ സാധിക്കും. കരയാനും ഇമോഷണൽ ആവാനും ഒന്നിനും ശരിക്കും അവൾക്ക് സമയമില്ല. അടുത്ത കാര്യം ചെയ്യുക എന്നല്ലാതെ അവൾക്ക് മറ്റൊരു ഓപ്ഷനുമില്ല. മകളുടെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, അതോടൊപ്പം അമ്മയെയും നോക്കണം. ഇതെല്ലാം കാരണം തനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അലക്സിന് ഒരിക്കലും സാധിക്കുന്നില്ല.